സുഹൃത്തുക്കളെ നമസ്കാരം. എന്തായാലും 22-ാം നൂറ്റാണ്ടിലെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ പുനഃസ്ഥാപനം അല്ലെങ്കിൽ ചികിത്സ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പനി എങ്ങനെയായിരിക്കും നാം കൈകാര്യം ചെയ്യുക എന്ന് ഇന്നും നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പഠനവും അതിന് വിവരവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ന് പനി എന്നത് ചെറിയ കാര്യമല്ല. അതിന് പല 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 പേരുകളിട്ട് പല രൂപത്തിൽ പല ചികിത്സകൾ നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അതിനെ ഒരു അങ്ങാടിച്ചരക്കാക്കി മാറ്റിയിരിക്കുന്നു. അതായത് പൈസ ചെലവാക്കേണ്ട, രക്ഷപ്പെടുത്തേണ്ട, യുദ്ധം ചെയ്യേണ്ട ഒരു വസ്തുവാണ് പനി എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ളത്. അതായത് പനിയെ തന്നെ നമ്മൾ അത് ഒരു ശരീരത്തിന് അല്ലെങ്കിൽ ചൂഷണത്തിനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. അതിന് പുതിയ പല മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ കണ്ടെത്തുന്നു. ഈ ഔഷധങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ കേരള ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ പുറത്ത് വിൽക്കുന്ന പല ഔഷധങ്ങളുടെയും വില വളരെ കൂടുതലായതുകൊണ്ട് അത് അവർ വാങ്ങിയിട്ട് നേരിട്ട് വലിയ ലാഭമില്ലാതെ കൊടുക്കുമ്പോൾ 100 രൂപക്കുള്ള വിൽക്കുന്ന സാധനത്തിന് 4 രൂപക്കും 7 രൂപക്കുമാണ്. അതായത് യഥാർത്ഥത്തിൽ ലാഭമെടുത്തിട്ട് തന്നെ 4% അല്ലെങ്കിൽ 7% കൊടുക്കുന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ വില, അതായത് അതുണ്ടാക്കുന്നത് സമൂഹം തന്നെയാണെങ്കിൽ അതിന് 1 പൈസയല്ലേ വരുള്ളൂ, 1 or 2. അപ്പോൾ അങ്ങനെയുള്ള വളരെ യഥാർത്ഥത്തിൽ ചൂഷണം വളരെ ഭീകരമായി നടക്കുന്ന ആധുനിക കാലത്തെ വൈദ്യം എന്നത് ശാസ്ത്രീയമായ ചൂഷണ വ്യവസ്ഥയുടെ മറ്റൊരു ഭാഗമാണ്. ശാസ്ത്രീയമാണ് അതൊക്കെ തന്നെ. അതിനൊക്കെ ശാസ്ത്രം എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പനിക്ക് പല പേരുകളുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത എന്തൊക്കെ ജീവികളുണ്ടോ ആ ജീവികളുടെയൊക്കെ പേരിലുണ്ട്. ഡെങ്കിപ്പനി, കൊതുക് പനി, പൂച്ചപ്പനി, എലിപ്പനി, ആഫ്രിക്കൻ പനി, കോവിഡ് പനി. കോവിഡിന് മാത്രമേ പനിക്ക് പേരില്ല എന്നുള്ളൂ. പക്ഷേ അത് പനി നോക്കിയിട്ടാണ്, ടെമ്പറേച്ചർ കൂടുതലുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ഈ കോവിഡിൻ്റെ എല്ലാ മാരകമായ അല്ലെങ്കിൽ ഭീകരമായ ചികിത്സയിലേക്ക് നീങ്ങേണ്ടതെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഈ പനികൾ കുറേ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് തന്നെ നമ്മളെ മെഡിക്കൽ സയൻസ് എടുത്ത് നോക്കിയാൽ, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു നോക്കിയാൽ പനി എന്നത് ശരീരത്തിൽ പ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ ഉള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. പ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ ഉള്ളതിൻ്റെ ഒരു ലക്ഷണം. അതിനെ തടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ തടയുക എന്ന് പറഞ്ഞാൽ എന്തിനാണോ ഈ പനി ഉണ്ടായത് ആ കാര്യത്തെ അല്ലെങ്കിൽ ജീവൻ്റെ എന്തിനു വേണ്ടി ഉണ്ടായി ആ ദൗത്യം എന്താണോ ആ ദൗത്യത്തെ തകർക്കുക എന്നുള്ളതാണ്. അതായത് പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ ജീവനായിക്കോട്ടെ, ജീവന് ഒരിക്കലും എതിരാവില്ല. ജീവനെതിരാകുമ്പോൾ കാക്ക മലർന്ന് പറക്കേണ്ടി വരും. അതേപോലെ ആപ്പിള് അല്ലെങ്കിൽ നമ്മളെ തേങ്ങ താഴത്തേക്ക് വീണ് വരും മേലേക്ക് വീണ്. അതായത് ഇവിടെയുള്ള നിയമങ്ങൾക്കനുസരിച്ച്, പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവൻ എന്നത് ഏത് സമയത്തും ആ ജീവനെ സംരക്ഷിക്കാനും നിലനിർത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരിക്കലും ശരീരത്തിനെതിരാവില്ല. എതിരാണ് എന്ന് ചിന്തിക്കുകയും എതിരാണ് എന്ന് വാദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ പിശാച്ചിൻ്റെ വേദക്കാർക്ക് അല്ലെങ്കിൽ ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിന്, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരാവശ്യം. ഏതുപോലെ എന്ന് വെച്ചാൽ ദൈവം എന്നത് പണ്ട് ഭയങ്കര ഒരു
അജ്ഞാതനായ ഒരു ഒരു പ്രഹേളികയായിരുന്നു. ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പലരും ഈ ചൂഷണം നടത്തിയിരുന്നത്. ആ ചൂഷണം നിർഭാഗ്യവശാൽ ഈ ദൈവത്തിൻ്റെ ദൈവം ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ആ പറഞ്ഞതൊന്നും അല്ലാതായത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പിശാച്ചിൻ്റെ അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ ആനമർദ്ദയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഒക്കെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം അത്ര തന്നെ ദുരൂഹമായ നമുക്കറിയാത്ത ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ വ്യവസ്ഥകൾ, ശരീരത്തിൻ്റെ പ്രവർത്തനം, ശരീരത്തിൻ്റെ നിർമ്മാണം. ഈ ശരീരത്തിൻ്റെ ഫോർമുലയും നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതാണ് ഇന്ന് ഒരു ചൂഷണത്തിനുള്ള ഭാഗമാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഇതിന് ഭീകര വസ്തുവാണെന്നും അത് നമ്മളൊന്നായിട്ട് നശിപ്പിച്ച് കളയുന്നതും അതുള്ള ആളെ തൊട്ടുപോകരുതെന്നും ആ വിവേചനം എപ്പോഴും ആവശ്യമാണെന്നും അവരൊക്കെ ഒഴിവാക്കി നിർത്തണം. അതൊക്കെ തന്നെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഭയപ്പെടുത്താണ്. ഈ ജീവിതത്തിൽ ഏതൊരു രോഗത്തിൻ്റെയും 2 കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ മരിക്കും. ഒന്ന് ഭയം, 2 ഭൗതികമായ. ഈ 2 കാര്യങ്ങളും നടത്തുക ഫലപ്രദമായും ശാസ്ത്രീയമായും നടത്തുക എന്നതാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പണി നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തൽ അവർ നന്നായിട്ട് നടത്തും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കോവിഡ് ഉണ്ടായ ആ തുടക്കത്തിലൊക്കെ തന്നെ പല ആൾക്കാരും കോവിഡ് ഉണ്ട് എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തവരുണ്ട്, മരിച്ചിട്ടുണ്ട്. അവസാനം നോക്കിയപ്പോൾ കോവിഡില്ല. അപ്പം മരണം എന്നതിന് യഥാർത്ഥത്തിൽ മനസ്സ് ഒരു ഘടകമാണ്. 2, ഈ കോവിഡ് കാരണം മരിക്കുക എന്ന് പറഞ്ഞാൽ അധികം മരിച്ചതൊക്കെ തന്നെ ആശുപത്രിയിൽ വെച്ചിട്ടാണ്. ഈ ആശുപത്രിയിൽ വെച്ച് മരിക്കുമ്പോൾ അതൊരു സ്വാഭാവിക മരണമായിട്ട് നമ്മൾ ആധുനിക ലോകത്തിന് ഒരു അന്ധവിശ്വാസം ഉണ്ടെന്ന് അർത്ഥം. യഥാർത്ഥത്തിൽ ആ ആശുപത്രിയിൽ അയാളുടെ ശരീരത്തിലേക്ക് ചാമ്പിയ ഔഷധങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഔഷധങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ശാസ്ത്രീയമായി ഉണ്ടാവുക എന്ന് നമുക്ക് അതിൻ്റെ പഠന ഗവേഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളതൊന്നും നോക്കാതെ അതൊക്കെ ഇത് കാരണമാണ് മരിച്ചത് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? കൊടുക്കുന്ന ഓരോ ആൻറ്റിബയോട്ടിക്കും, കൊടുക്കുന്ന ഓരോ ഔഷധത്തിനും 100% പല റിയാക്ഷനുകളും ഉണ്ട് എന്ന് അതിൻ്റെ ഗവേഷണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൾ മരിക്കാൻ കാരണം ഇതിൻ്റെ കൊടുത്ത മരുന്നുകളുടെ, ഔഷധങ്ങളുടെ, പാഷാണങ്ങളുടെ ഒരു റിയാക്ഷൻ ആവില്ല എന്ന് പറയുന്നത് എന്ന് വിചാരിച്ച് അതിനെ ഒന്നായിട്ട് ഒഴിവാക്കുന്നത് വളരെ വളരെ അബദ്ധമാണ് എന്ന് ഇന്നല്ല അന്ന് മനസ്സിലാക്കും. കാരണം പിന്നെ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്താണ് 22-ാം നൂറ്റാണ്ടിൽ പനിയെക്കുറിച്ചിട്ടുണ്ടാവുന്ന പനിയെ കുറിച്ചിട്ടുള്ള വീക്ഷണം അല്ലെങ്കിൽ ദർശനം എന്തായിരിക്കും? പനി എന്നത് പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയുടെ തെറ്റുപറ്റാത്ത വാക്കുകളാണ്, പ്രകൃതിയുടെ സൂചനയാണ്, പ്രകൃതിയുടെ ഭാഷയാണ് എന്ന് മനസ്സിലാക്കും. അതായത് നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ എന്തൊരു സാധനത്തിനോടും പ്രതികരിക്കാൻ നമ്മളെ ശരീരത്തിന് കഴിയും. ഇപ്പോൾ മുളകെടുത്ത് കടിച്ചാൽ ആ ജീവനുള്ളിടത്തോളം കാലം മുളകിൻ്റെ എരി നമ്മൾ മനസ്സിലാക്കും. ഇത് അതിനോടുള്ള പ്രതികരണമാണ്. അതല്ലാതെ എരിവ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിലുള്ളതല്ല. ഈ സാധനം വരുമ്പോൾ അതിനോട് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഒരു 144 അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ പനി. ഈ പനി കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? പനി യഥാർത്ഥത്തിൽ നമ്മളെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയ വസ്തുക്കൾ, എങ്ങനെ നമ്മൾ ശരീരത്തിലേക്ക് അകത്തേക്ക് എടുക്കുന്ന വസ്തുക്കൾ, അതായത് ഇൻപുട്സ് അല്ലെങ്കിൽ ഇറക്കുമതി. ഈ ഇറക്കുമതി ചെയ്യുന്നത് ഒന്ന് ശുദ്ധവായു, അന്തരീക്ഷത്തിലുള്ള വായു,
പിന്നൊന്ന് വെള്ളം, മൂന്നാമത്തതായിട്ട് ഭക്ഷണം. ഈ 3 കാര്യത്തിലാണ്. ഈ 3 കാര്യത്തിലും പ്രകൃതി വിരുദ്ധമായതോ പ്രകൃതിയേതരമായതോ അകത്തേക്ക് ചെന്നാൽ അതിനെ പുറന്തള്ളാനുള്ള കഴിവ് സാധാരണ നിലയ്ക്ക് നമ്മുടെ ശരീരത്തിനുണ്ട്. ആ ശരീരത്തിന് അത് നേരെ മറിച്ച് നമ്മൾ പുതിയ 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 പല വസ്തുക്കളും നമ്മൾ രസതന്ത്രത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയതിന് ശേഷം ആ കണ്ടെത്തിയ വസ്തുക്കളൊക്കെ പല രീതിയിലും നമ്മളെ ശരീരത്തിനകത്തേക്ക് നീങ്ങുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അത് നമ്മളെ ഈ പോർട്ടിനെയൊക്കെ കബളിപ്പിച്ച് ശരിക്കും ശരീരത്തിനകത്തേക്ക് കടന്നു പോകാതിരിക്കാൻ ഇവിടെ ശരിക്കും നല്ലൊരു പോർട്ടുണ്ട്. അവിടെ മൂക്ക്, കണ്ണ്, വായ, നാവ്, ഇങ്ങനെയുള്ള കുറേ കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. പ്രകൃതിയുടെ കസ്റ്റംസ് ഓഫീസേഴ്സാണത്. അവയ്ക്കൊക്കെ ശരിയെന്ന് തോന്നുന്നത് മാത്രമേ അകത്തേക്ക് കടത്തുകയുള്ളൂ. പക്ഷേ നേരെ മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായി അതൊക്കെ തെറ്റാണ്. ശാസ്ത്രം വളർന്നതോടുകൂടി ശാസ്ത്രമാണ് നമ്മളെ തീരുമാനിക്കുന്നത്. കയ്പ്പാണെങ്കിൽ കയ്പ്പാണ് നല്ലതാണ്, അത് കഴിച്ചോ, അല്ലെങ്കിൽ എരിവാണ് നല്ലതാണ്, അത് കഴിച്ചോ. ഇങ്ങനെ ശരീരം സ്വാഭാവികമായിട്ടും പുറന്തള്ളിയിരുന്ന ഒരു പോത്താണെങ്കിലും ഒരു ആടാണെങ്കിലും കോഴിയാണെങ്കിലുമൊക്കെ അവയ്ക്ക് ആവശ്യമായതും അവയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നതും മാത്രമേ അത് തിന്നുള്ളൂ. നേരെ മറിച്ച് മനുഷ്യനങ്ങനെയല്ല. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലാഭമുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ ഈ പിശാച് ചെയ്ത പോലെ തന്നെ പിശാച് പറഞ്ഞു ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ അങ്ങനെ ആവാൻ പറ്റും. അതേ പണിയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനറിയില്ല എന്തൊക്കെയാണ് അകത്തേക്ക് പോകുന്നത്. ഇതിനെ കബളിപ്പിക്കാനാണെങ്കിൽ അതിൽ പലതും കൂട്ടിച്ചേർക്കും ചെയ്യും. ഈ രുചി, മണം, കാഴ്ച എന്നുള്ള വസ്തുക്കളെ ഒക്കെ തന്നെ അതായത് ഈ കസ്റ്റംസ്, പ്രകൃതിയുടെ കസ്റ്റംസ് ഓഫീസർമാരെ ആകെ കബളിപ്പിച്ച് എല്ലാം വേവിച്ചിട്ട് അകത്തേക്ക് കഴിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇന്ന് ആധുനിക മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഈ രസതന്ത്രം വളരുന്നതിനോടുകൂടി നമ്മൾ പുതിയ പുതിയ പല പല കോമ്പിനേഷനും പല മോളിക്യൂളുകളും, സങ്കീർണമായ മോളിക്യൂളുകളും രാസവസ്തുക്കളും അതേപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടുകളും ഒക്കെ അകത്തേക്ക് നിറം, മണം, രുചി എന്നുള്ള രൂപത്തിലൊക്കെ അകത്തേക്ക് കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ അകത്തേക്ക് പോകുമ്പോൾ സാധാരണ നിലക്ക് അതിനെ പുറന്തള്ളാൻ അതിൻ്റെ നമ്മളെ ഈ പിന്നെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ. അതായത് മൂത്രത്തിലൂടെ, വിയർപ്പിലൂടെ, അതല്ലെങ്കിൽ പിന്നെ മലത്തിലൂടെ ഒക്കെ പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളാൻ പറ്റാതെ ഈ ശരീരത്തിൻ്റെ കൂടെ ശരീരത്തിൻ്റെ സ്വാംശീകരിക്കുന്ന വസ്തുക്കളിൽ കൂടി വന്ന് രക്തത്തിലും ഒക്കത്തിലും കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കൂടുന്നത് കാരണം തന്നെ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിനത് അപകടമാണ്. അപ്പോൾ ആ ശരീരത്തിന് ഒരു പുറന്തള്ളാൻ കഴിയുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ, അതിനുള്ള ഊർജം അല്ലെങ്കിൽ അതിനുള്ള ശേഷി, അതിനുള്ള ജീവശക്തി ഇതുണ്ടെങ്കിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പനി. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, പനി അങ്ങോട്ട് വന്നാൽ ഈ പ്രത്യേകിച്ച് നമ്മൾ ഒരു പനി വന്നു, ഇപ്പം എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം പനി വന്നു. 2 ദിവസം പനിച്ചു. 2 ദിവസം പനിച്ചപ്പോഴേക്ക് കഫം തുപ്പാതാണ്. ഈ കഫം ഒന്നായിട്ട് ഇളകാനാണ് പനി എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇളകിയിട്ട് ഏകദേശം 2 ആഴ്ച ഞാൻ കഫം തുപ്പിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ശ്വാസകോശം വളരെ വൃത്തിയായി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ക്ഷീണം. അപ്പോൾ പനി വന്നാൽ, പനി എന്ന് പറയുന്നത് നമ്മളെ പ്രകൃതിയുടെ വളരെ ആസൂത്രിതമായ ഒരു ദൗത്യമാണ്. അത് ഭൂമി കറങ്ങുന്ന പോലെ, സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന പോലെ, അല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ വളരെ നിയന്ത്രിതമായും കണിശമായും കൃത്യമായിട്ടും ആസൂത്രണം ചെയ്ത അതേ ആൾക്കാർ, അതേ പ്രകൃതി തന്നെ ചെയ്ത ഒരു പണിയാണ് ഈ പനി. അപ്പോൾ ഈ പനി മാറ്റുക എന്ന് വെച്ചാൽ അതിന്
അതിനെ നേരിടുക, അതിനെ എതിരിടുക എന്നുള്ളത് വങ്കത്തരമാണെന്ന് ഇന്നല്ല 22-ാം നൂറ്റാണ്ടിൽ നമ്മൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ, ഇതിൻ്റെ ഇടയിലുള്ള ഈ ചൂഷക വർഗം ഉണ്ടല്ലോ, അവർ നശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ ആധിപത്യം തകർന്നിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അതായത് ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥയും ആ മുതലാളിത്ത വ്യവസ്ഥയുടെ നേതൃത്വം വഹിക്കുന്ന അമേരിക്കയും നശിച്ചെങ്കിൽ മാത്രമേ ഈ രീതിയിലേക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ വരില്ല, നമ്മളൊക്കെ പൊളിഞ്ഞു പോകും. ഈ ചൂഷക പർവം അല്ലെങ്കിൽ ഈ ആഫ്രിക്കയെയും അല്ലെങ്കിൽ ഇന്ത്യയെയും മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളെയും ചൂഷണം ചെയ്യുന്ന അത് കൂടുതൽ ശക്തമായിട്ട് തുടരാനും സാധ്യതയുണ്ട് അമേരിക്ക വിജയിക്കുകയാണെങ്കിൽ. പക്ഷേ അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പരാജയപ്പെടുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലായിരിക്കും എന്ന ആശ കൊണ്ട്, എന്ന മോഹത്താലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തുകൊണ്ടാണ് ഈ ക്ഷീണം ശരിക്കും നിങ്ങൾക്ക് അറിയാം. ഇത് വന്നാൽ ആദ്യം ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, അതേപോലെ തന്നെ വായക്ക് കയ്പുണ്ടാവും, രുചിയൊന്നും ഉണ്ടാവില്ല, പിന്നെ വായ നാറ്റുണ്ടാവും, പിന്നെ വിയർപ്പ് നാറ്റുണ്ടാവും, മൂത്രനാറ്റുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. വായനാറ്റം ഇപ്പോൾ ഉദാഹരണം, അതിൻ്റെ ആദ്യമായിട്ട് ക്ഷീണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം. സുഖമായിട്ട് അവിടെ ജോലികളൊന്നും ചെയ്യാതിരിക്കുക, ഒരു പണിയും ചെയ്യാതെ അവിടെ കിടക്കുക, നല്ലൊരു പുതപ്പെടുക്കുക, അവിടെ സുഖമായിട്ട് അവിടെ കിടക്കുക, വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം. പിന്നെ തളർച്ച ഉണ്ടെങ്കിലും അവിടെ തന്നെ കിടക്കുക. ക്ഷീണം ഉണ്ടെങ്കിൽ ഒരു ജോലിയും ഭൗതികമായതോ ബയോളജിക്കലായിട്ടുള്ള ഒരു ജോലിയും ചെയ്യാതിരിക്കുക. പരമാവധി പറ്റുമെങ്കിൽ നിങ്ങൾ ചിന്ത പോലും കുറക്കുക. വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുക. വലിയ വിഷമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസം എങ്ങോട്ടാണ് പോകുന്നത് വരുന്നത്. അങ്ങനെ പിന്നെ വിശപ്പില്ലായ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? വിശപ്പില്ലായ്മ അനുഗ്രഹമാണെന്ന് കണക്കാക്കുക. അതായത് വിശപ്പില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുക. ഒന്നാമത് വിശപ്പില്ലാത്ത നേരത്ത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ അപ്പോൾ അതിന് ദഹനരസങ്ങൾ വേണ്ടത്ര ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ദഹനരസങ്ങൾ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ദഹിക്കുകയും അതിലുള്ള വസ്തുക്കളെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയും. നേരെ മറിച്ച് ദഹനരസങ്ങൾ തീരെ ഉണ്ടാവാത്ത ഒരവസ്ഥയാണ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ വിശപ്പില്ലായ്മ ഉള്ളത്, വായ കഴിക്കുക എന്നുള്ളത്. ആ നേരത്ത് നിങ്ങൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക വെച്ചാൽ അത് ഒരു അപകടമാവും. കാരണം ഈ ദഹനം എന്നുള്ളത് നടന്നിട്ടില്ലെങ്കിൽ ശരീരം ആകെ തകർന്ന് തരിപ്പണമായി പോവും. കാരണം ഈ 24 മണിക്കൂർ കൊണ്ട് ഈ സാധനം 10-30 അടിയോളം സഞ്ചരിച്ചിട്ട് പുറത്തേക്ക് കളയുക എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ടല്ലോ. അത് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ടെങ്കിലും പുറത്തേക്ക് പോകണ്ടേ. അത് പോയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അതിലൊക്കെ കുറേ ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ അതിലാകെ പെറ്റുപെരുകി അതിനൊന്നായിട്ട് വൃത്തികെട്ട ഭയങ്കര വാസനയായിട്ട് ഭയങ്കര വിഷങ്ങളുണ്ടായി അത് തന്നെ ശരീരത്തിനെ കൊല്ലാൻ, ശരീരത്തിനെ നശിപ്പിക്കാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് ഈ ദഹന വ്യവസ്ഥ സ്തംഭിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആഹാരം കൊടുക്കാതിരിക്കുക. ദഹനരസം അല്ലെങ്കിൽ നല്ല വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കഴിച്ചാലും കൂടുതൽ രുചി ഉണ്ടാകും. കാരണം എന്താ, ദഹനരസങ്ങളൊക്കെ അപ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ മറിച്ച് വിശപ്പില്ലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അപ്പോൾ അങ്ങോട്ട് ആഹാരം കഴിക്കാതിരിക്കുക. അത് പ്രകൃതിയുടെ യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള വാക്കാണ്, പദമാണ്, ആജ്ഞയാണ്, സൂചനയാണ്. വിശപ്പില്ലെങ്കിൽ ആഹാരം വേണ്ട, ആഹാരം കഴിച്ചാൽ നല്ലതല്ല. ഈ ആഹാരം തന്നെ ചിലപ്പോൾ വിഷമാകും. എന്തിന്? ഈ പനിയുള്ളപ്പോൾ അല്ലെങ്കിൽ വിശപ്പില്ലാത്ത നേരത്തെ. അപ്പോൾ നിങ്ങൾ വിശപ്പില്ലാത്ത നേരത്തെ ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്ത് നോക്കിയാൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ടൈഫോയിഡ് ആവാനും മറ്റു വലിയ രോഗങ്ങളാവാനുമുള്ള ഏറ്റവും നല്ല
ഒരു കാര്യമാണ് വിശപ്പില്ലാത്ത, പ്രത്യേകിച്ച് പനിയുള്ള സമയത്ത് നല്ലൊരു ബിരിയാണി നിർബന്ധിച്ച് അങ്ങോട്ട് തീറ്റിക്കുക. അതൊക്കെ ആ മനുഷ്യനെ ഒരുപക്ഷെ കൊല്ലാൻ തന്നെ അത് ഈ വെറും ഭക്ഷണത്തിന് തന്നെ കഴിയുന്നർത്ഥം. അത്രത്തോളം പ്രശ്നമുള്ളതാണ് ഈ പനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ യഥാർത്ഥ വിഷങ്ങളായ വസ്തുക്കളാണ് ഔഷധങ്ങൾ. ഈ വിഷങ്ങൾ തന്നെ നിങ്ങൾ ഔഷധങ്ങളുടെ പേരിൽ കൊടുത്താൽ എന്തായിരിക്കും പ്രതികരണം, പ്രകൃതിയുടെ പ്രതികരണം? നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ചു. അതായത് സാധാരണ കഴിക്കുന്ന ആഹാരം തന്നെ വിഷമാകുന്ന ഒരവസ്ഥ, അപകടമാകുന്ന ഒരവസ്ഥയാണ് പനി. ആ സമയത്ത് യഥാർത്ഥ വിഷമായ പാരാസിറ്റമോൾ ആണെങ്കിലും ആസ്പിരിൻ ആണെങ്കിലും ഇതൊക്കെ വിഷമാണെന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത്. അത് കണ്ടെത്തിയ ആൾക്കാരും മാത്രമല്ല അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ വളരെ ചെറുതായിട്ട് എഴുതി വെക്കുള്ളൂ. എന്താണ് വിഷമാണ്, ഷെഡ്യൂൾഡ് ഡ്രഗ് നോട്ട് ടു ബി സോൾഡ് വിതൗട്ട് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡോക്ടർ. എന്താ ഷെഡ്യൂൾഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ? വിഷമാണെന്നതിൻ്റെ ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ വിഷമാണെന്നതിൻ്റെ പട്ടികയാണ്. അത് ഒരു പരിധിയിലപ്പുറം ചെന്നാൽ അപ്പം തന്നെ ആൾ ചത്തുവും പോകും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു പോങ്ങ പാരാസിറ്റമോൾ എടുത്തിട്ട് കഴിച്ചു നോക്കൂ, ആളപ്പം തന്നെ ചത്തുവും. കാരണം എന്താ? അതൊരു വിഷമാണ്. നേരെ മറിച്ച് ഒരു മാങ്ങ ആഹാരമാണ്, അത് കുറച്ച് കൂടുതൽ കഴിച്ചു വെച്ചാൽ നിങ്ങൾ ചത്തു പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾ ഈ വിശപ്പില്ലായ്മ എന്നുള്ളത് വളരെ കൂടുതൽ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ അംഗീകരിച്ച് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് താളത്തിനടുത്ത് ഇരിക്കുകയാണ് വേണ്ടത്. പിന്നെ വായനാറ്റം ഉണ്ടാവും. വായനാറ്റം ഉണ്ടാകണ എന്താ? വേണ്ടാത്ത വസ്തുക്കൾ പുറത്തേക്ക് പോവുകയാണ്. ഈ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ വായയുടെ ഇതൊക്കെ ശരിക്കും ഈ നിറമൊക്കെ തന്നെ പലർക്കും മാറിയിട്ടുണ്ടാവും, കറുത്ത നിറമായിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെ നിങ്ങൾ വായ അങ്ങോട്ട് നല്ലോണം നാറ്റി അതങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഴയ രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ കളറിലേക്ക് തിരിച്ചു വരുന്നർത്ഥം. അതാണ് വായനാറ്റം. പിന്നെ അതേപോലെ തന്നെ വിയർപ്പ് നാറ്റം ആയിക്കോട്ടെ, നമ്മളെ ശരീരത്തിന് അകത്തുള്ള വസ്തുക്കൾ പുറത്തേക്ക് പോകുക മാത്രമാണ് അത് ചെയ്യണത്. അത് അകത്തുണ്ടായതുകൊണ്ടാണ്. അകത്ത് ഇല്ലെങ്കിൽ ഒരിക്കലും അത് പുറത്തേക്ക് പോകില്ല. അപ്പോൾ അത് നമ്മളെ ശരീരത്തിന് അകത്തുള്ളതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളത്, അതേപോലെ തന്നെ മൂത്രത്തിന് നല്ല നാറ്റം ഉണ്ടാവും, മൂത്രത്തിന് നല്ല കളറുണ്ടാവും. അതൊക്കെ തന്നെ കാരണം എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് ദഹന പ്രക്രിയ നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഊർജ്ജ ലാഭം പലപ്പോഴും എലിമിനേഷനായിട്ട് അല്ലെങ്കിൽ വിസർജന അവയവങ്ങളെ കൂടുതൽ ശക്തമായി പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു പ്രയാസമില്ലാതെ നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കും. ശരീരം ശുദ്ധമാവാൻ വേണ്ടി മാത്രമുള്ള പ്രകൃതിയുടെ ഒരു ദൗത്യമാണ്, ഒരു പണിയാണ്, ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പനി എന്നത് മനസ്സിലാക്കിയാൽ പനിയോട് നമുക്ക് ഒരു പ്രയാസമില്ലാതെ അതിനോട് സഹകരിക്കാനും അതുവഴി നിങ്ങളുടെ അസുഖം മാറാനും ഉള്ള ഏറ്റവും അസുലഭമായ അവസരമാണ് എന്ന് നിങ്ങൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പ്രമേഹ രോഗികൾ, പ്രഷർ രോഗികൾ എന്നൊക്കെ പറഞ്ഞ രോഗികൾ, അതായത് അത് ഒരു സ്ഥായി രോഗങ്ങൾ എന്നാണ് പറയുക. ഈ സാധാരണ രണ്ടാമത്തെ സ്റ്റേജിലാണ്. അവർക്ക് പനി സാധാരണ വരില്ല. പനി വന്നാൽ നിങ്ങൾ മരുന്ന് കഴിക്കാതെ പനി മാറിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുകൊണ്ട് നിങ്ങളെ പ്രഷറും അതേപോലെ തന്നെ ഷുഗറും ഒക്കെ വളരെ കുറഞ്ഞ് നോർമലായിട്ട് വരുന്നത്. അതുകൊണ്ടുണ്ടായ എല്ലാ നഷ്ടങ്ങളും റീഗെയിൻ ചെയ്യാൻ, ആ ലക്ഷണങ്ങളൊക്കെ തന്നെ റീഗെയിൻ ചെയ്യാൻ, അതായത് കണ്ണിനാണെങ്കിൽ കണ്ണിൻ്റെ അസുഖമാണെങ്കിൽ, അതേപോലെ തന്നെ കാലിന് സെൻസേഷൻ ഇല്ലാതെ ഇരിക്കുക, മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ണിന് കാഴ്ച കുറയും, കാലിൻ്റെ സെൻസേഷൻ കുറയും. അതൊക്കെ പനി ഒരു മരുന്നും കഴിക്കാതെ നിങ്ങളെ പനി മാറിയാൽ ഇതൊക്കെ തന്നെ രണ്ടാമത് റീഗെയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാം. അതായത് ശരീരത്തിന് അതിനൊക്കെ അത് ശുദ്ധീകരിക്കാൻ അതൊക്കെ അങ്ങനെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ
ഇല്ലാതാവാനും കാരണം നമ്മളെ ഈ വിഷവസ്തുക്കൾ അവിടെ അടിഞ്ഞുകൂടിയതുകൊണ്ട്. ഈ പനി എന്ന് പറയുന്നത് ഈ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം അപ്പോഴുള്ള ഊർജം മുഴുവൻ ഉപയോഗിക്കും. അങ്ങനെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള സമയമാണ് യഥാർത്ഥത്തിൽ പനി. പക്ഷേ ഇന്ന് പനി അങ്ങനെയല്ല. പനി എന്ന് പറഞ്ഞാൽ 1000 പേരുകളിട്ടിട്ട്, അനേകം പേരുകളിട്ടിട്ട്, ഒന്നിനും പ്രത്യേകമായ മരുന്നുകൾ, ഔഷധങ്ങൾ ഉണ്ടാക്കി ആ ഔഷധങ്ങൾക്കൊക്കെ കാശ് വാങ്ങി അതൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു ചൂഷണ രീതിയാണിത്. ഈ രീതി മാറാതെ യഥാർത്ഥത്തിൽ നമ്മളെ ലോകം തന്നെ നന്നാവും എന്ന അഭിപ്രായം എനിക്കില്ല. എന്തായാലും അതാണ് ഈ പനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പനി നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത്. പനി വന്നാൽ നിങ്ങളെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം. പനി വരുത്തണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പ്രതിരോധശേഷി ഉണ്ടാവണം. ആ പ്രതിരോധശേഷി ഇല്ലാത്ത ഒരാൾക്ക് പനി ഉണ്ടാവില്ല. നേരെ മറിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലോണം പനി ഉണ്ടാവും, ജലദോഷത്തിന് മുമ്പ് പനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ആ പനിയെ തടുക്കരുത്. പനിക്കെതിരിൽ പോരാടരുത്, പനിക്കെതിരിൽ യുദ്ധം ചെയ്യരുത്. അങ്ങനെ പനി മാറിയേക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങളെ ഈ മലിനീകരണം അല്ലെങ്കിൽ ടോക്സീമിയ എന്നാണ് ഇതിന് പറയുക. ടോക്സീമിയ അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ അളവ് കൂടാനാണ് അത് വളരെ കൂടുതൽ കൂടുന്നു. അതായത് പണ്ടുണ്ടായിരുന്നതിന് പുറമെ പുതുതായിട്ട് കഴിക്കുന്ന ഔഷധങ്ങൾ എന്ന പേരിലുള്ള പാഷാണങ്ങളുടെയും മാലിന്യം അടിഞ്ഞുകൂടി നിങ്ങളെ ശരീരം കൂടുതൽ രോഗാതുരമാവാൻ സാധ്യതയുണ്ട് എന്ന് 22-ാം നൂറ്റാണ്ടോടുകൂടി തെളിയുമ്പോൾ ഇന്നുള്ള ഈ ഔഷധ വ്യവസായം അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നത് 1-ാം ലോകമഹായുദ്ധത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ആ 1-ാം ലോകമഹായുദ്ധത്തിൽ തുടങ്ങിയ അതിന് ഈ 3-ാം ലോക മഹായുദ്ധത്തോടു കൂടി അതിൻ്റെ അന്ത്യം കുറിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അന്ത്യം കുറിക്കുന്നതോടുകൂടി ഈ 21-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന പഴയ കൊളോണിയൽ ശക്തികളുടെയും ആ കോളനികളുടെയും, അതായത് 3-ാം ലോക രാജ്യങ്ങളുടെ ബ്രിക്സ് പോലുള്ളവരുടെയും ഒരു സംഘർഷത്തിൽ, ഒരു യുദ്ധത്തിൽ, ഒരു മത്സരത്തിൽ ഈ കോളനി രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ ശക്തികൾ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ ശക്തികൾ തകർന്നടിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവണം എന്ന് പക്ഷേ അതിനുള്ള സാധ്യതകളും ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ തന്നെ ആഫ്രിക്കയൊക്കെ ഇത്ര കാലം ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ കൂടുതൽ തിളച്ച് മറിയാണ്. ആഫ്രിക്കയിലുള്ള ഇപ്പോൾ ജനാധിപത്യം എന്ന പേര് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ കോളനൈസേഷൻ തുടരാനുണ്ടായ ഒരു വലിയ ടൂളാണ്. അതായത് ഈ കോളനൈസേഴ്സിൻ്റെ ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ അവരുടെ ജനാധിപത്യം, ഡെമോക്രസി. ആ ഡെമോക്രസിയിൽ അവർക്കിഷ്ടമുള്ള ഭൂരിപക്ഷ ഡെമോക്രസി പ്രകാരം അവർക്കിഷ്ടമുള്ള ഒരു പപ്പറ്റിനെ അവിടെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് അവരുടെ ചൂഷണം, കൊള്ള, കവർച്ച തുടരുക, സാമ്പത്തികമായ ചൂഷണം, കൊള്ള അതൊക്കെ തുടരുക എന്നുള്ളതായിരുന്നു അവർ ജനാധിപത്യം. അതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നാറ്റോ ശക്തികൾ അല്ലെങ്കിൽ കോളനി ശക്തികൾ ഡെമോക്രസിയെ ഉപയോഗിച്ചത്. അതും അവരുടെ ഡെമോക്രസി, അതായത് ഭൂരിപക്ഷ ഡെമോക്രസി. ഈ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാൻ അവർക്ക് കഴിയും. കാരണം അവരുടെ അടുത്താണ് സമ്പത്തും വിഭവങ്ങളും കൂടുതലുള്ളത്. എല്ലാതരം വിഭവങ്ങളും, ബുദ്ധിശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള ഈ മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ അതിൻ്റെയൊക്കെ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്നും നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ
അവർ തകരാറ്, അവർ നശിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം നശിക്കാതെ ഒരിക്കലും നാം കൂടുതൽ ശാസ്ത്രീയമായും ശരിയായ രൂപത്തിൽ ചൂഷണരഹിതമായ ഒരു ലോകം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പനി ഇനി വരുമ്പോഴെങ്കിലും ശ്രദ്ധിക്കുക, ഒരു 2 ദിവസമെങ്കിലും പനിക്കാൻ അനുവദിക്കുക. പറ്റുമെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, നിങ്ങൾ ആ സമയത്ത് ആഹാരം കഴിക്കാതിരുന്നാൽ മതി. ആഹാരത്തിന് പകരം വെള്ളം കുടിക്കാം. ഇനി അത്യാവശ്യമാണെങ്കിൽ ഇളനീര് വെള്ളമോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട് ജ്യൂസോ കഴിച്ചിട്ട് പനിയുടെ കാലം അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളെ പനി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അതിന് മുമ്പുണ്ടായിരുന്ന പല അസുഖങ്ങളും പല കഴിവുകേടുകളും കുറഞ്ഞതായി, അതായത് പ്രമേഹം കുറഞ്ഞതായിട്ട് മനസ്സിലാക്കും, പ്രഷർ കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാം, കണ്ണിന് കാഴ്ച കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുതിപ്പ്, ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഈ പനി കൊണ്ട് ഉണ്ടാവും എന്നും അത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഈ സൃഷ്ടാവിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങളിലൊന്നാണെന്നും അത് യഥാർത്ഥത്തിൽ പ്രകൃതി ശരിക്കും ആസൂത്രണം ചെയ്ത് നടത്തുകയാണെന്നും ഭൂമിയുടെ കറക്കം പോലെ ഈ ചന്ദ്രൻ്റെ കറക്കം പോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് അതിനോട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അതിനോട് സഹകരിച്ചാൽ നമുക്ക് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങാമെന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവ്. പിന്നെ അടുത്ത ദിവസം ഭക്ഷണത്തെക്കുറിച്ചിട്ടും കൂടിയും പറയും. 22-ാം നൂറ്റാണ്ടിലെ ഭക്ഷണത്തെക്കുറിച്ചിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല പരമാവധി ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. മാത്രമല്ല ഇത് ബെല്ലൈക്കൺ ഇതേപോലുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.